ബിഗ് ബോസ് മലയാളം സീസൺ 6 മാൻഡ്രേക്ക് ആരാണ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു. ആരുടെ കൂടെ നിൽക്കുന്നോ അവരുടെ ഗെയിമും തീരും, പുറത്തേക്കും പോകും. അങ്ങനെ രണ്ടുപേര് പൊതിച്ചു വരുന്നുണ്ട്, സിജോയും സായും, ശശി കോംബോ. പക്ഷെ അവരെ ഒരു സൈഡിൽ നമുക്ക് മാറ്റി നിർത്താം, കാരണം അവരെ സപ്പോർട്ട് ചെയ്ത ആരും ഇതുവരെ പുറത്തായിട്ടൊന്നുമില്ല. അവരെ ആരെങ്കിലും പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ പിടിച്ച് മാൻഡ്രേക്ക് ആക്കാം. പക്ഷെ ഈ സീസണിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കളിച്ച ഒരു 2-3 കണ്ടസ്റ്റൻസ് പുറത്തായി. അവരൊക്കെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കൂടെ നിന്ന ആളുകളാണ്. ആ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ലിസ്റ്റില് ഏറ്റവും ആദ്യം വരുന്ന പേരാണ് ഗബ്രി. ഹൗസിലേക്ക് കയറിയ ദിവസം തന്നെ അത്യാവശ്യം ഗുഡ് ഇംപ്രഷൻ തന്നിട്ട് കയറിയ മത്സരാർത്ഥിയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം ഇട്ട വീഡിയോ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. പക്ഷെ ഈ ഒരു സോ കോൾഡ് കണ്ടസ്റ്റന്റിന്റെ പേരിനൊപ്പം ഗബ്രിയുടെ പേര് എന്ന് കൂട്ടി വായിക്കപ്പെട്ട് തുടങ്ങിയോ അവിടെ തീർന്നു. 100 ദിവസം പോയിട്ട് 60 ദിവസം പോലും തേക്കാൻ പറ്റാതെ ഗബ്രി പുറത്തായി. അത് കഴിഞ്ഞ് നമ്മുടെ മാൻഡ്രേക്കിനെ സപ്പോർട്ട് ചെയ്ത് പുറത്തായ കണ്ടസ്റ്റന്റ് ആണ് റസ്മിൻ ബായ്. ടാസ്കിലൊക്കെ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച് അത്യാവശ്യം നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഒരു ആവറേജോ അതിന് മുകളിലോ നിന്നൊരു മത്സരാർത്ഥിയാണ്. മാൻഡ്രേക്കിന്റെ കൂടെ കൂടി റസ്മിൻ ബായ് ആയി മാറി, പുറത്തായി. ഇനി മാൻഡ്രേക്കിന്റെ ലേറ്റസ്റ്റ് ഇതേ കുറിച്ച് പറയാനാണെങ്കിൽ അതാണ് അപ്സര. ഹൗസിന് പുറത്തിറങ്ങിയിട്ടും അപ്സരയുടെ ഞെട്ടൽ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്സര പോലും തീരെ പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷൻ ആയിരുന്നു. അവിടെയും മാൻഡ്രേക്കിന്റെ കളികളാണ്. അപ്സരയുടെ തുടക്കം മുതലുള്ള ഗെയിം പരിശോധിക്കുന്ന സമയത്ത് അപ്സര ആദ്യമൊക്കെ വളരെ നല്ല ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചൊരു ഗെയിമറായിരുന്നു. നിലപാടുകൾ ഉണ്ടായിരുന്ന, സംസാരിക്കാൻ കഴിവുള്ള, മറ്റു പല കഴിവുകളും ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സൗഹൃദ വലയത്തിലേക്ക് കയറിക്കൊടുത്തു, ഈ സോക്കോൾഡ് ഘടകത്തിലേക്ക് കയറിക്കൊടുത്തു, അവിടം കൊണ്ട് അവസാനിച്ച അപ്സരയുടെ ഗെയിം. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ടൊരൊറ്റ പോക്കായിരുന്നു. ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാൻഡ്രേക്ക് അവിടെ തന്നെ ഉണ്ട്. അടുത്ത ഇര ആരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. ഈ മാൻഡ്രേക്കിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരുടെ കൂടെ നിൽക്കുന്നവർ മാത്രമല്ല, എതിരെ നിൽക്കുന്നവരും ഔട്ടാവും. ആ പേരുകളൊന്നും എടുത്തു പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ബിഗ് ബോസ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കണ്ണാടിയാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ സൂക്ഷിക്കുക, പരമാവധി അടുപ്പിക്കാതിരിക്കുക. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കണ്ടസ്റ്റന്റ് പുറത്തേക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് ആണ് ഇത്. നമ്മൾ പേരെടുത്ത് പറയാതെ തന്നെ ആളെ മനസ്സിലായി എന്ന് തോന്നുന്നു.